പ്രിയപ്പെട്ട കുട്ടികളെ, ഗണിതത്തിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കളിപ്പാട്ടങ്ങൾ തൊട്ട് നോക്കി അതിന്റെ രൂപം മനസ്സിലാക്കി അത് ഏതാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവിടെ കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങൾ കണ്ടു, അതിന്റെ എണ്ണം എഴുതി. അതിൽ നിങ്ങളൊക്കെ ശരി വാങ്ങിച്ചിട്ടുണ്ടാവും. അത് പൂർത്തിയായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഇനി എണ്ണാനുള്ള ഏത് കളിപ്പാട്ടം എത്ര എണ്ണം എന്നുള്ളത് കുറച്ച് പേര് കൂടി ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അവരുടെ പുസ്തകം നോക്കിയാലേ എനിക്ക് മനസ്സിലാവൂ. അതിനുശേഷം ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ, എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ് പറയുന്നത്. അതിനുശേഷമുള്ള പേജ്, അതായത് പേജ് നമ്പർ 23. 23 ആദ്യമായിട്ട് കുഞ്ഞുണ്ണി മാസ്റ്ററുടെ ഒരു കവിതയുണ്ട്. കുഞ്ഞുണ്ണി മാസ്റ്റർ എന്ന് പറയുമ്പോൾ ചെറിയ മനുഷ്യനായിരുന്നു. ചെറിയ കവിതകളുമാണ് അദ്ദേഹം എഴുതുക. പക്ഷേ നല്ല രസമാണ് അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കാൻ, നല്ല അർത്ഥവത്താണ്. നോക്കൂ നിങ്ങൾ, അവിടെ ചോദിച്ചിരിക്കുകയാണ് കവിതയില് 1 എന്ന് എങ്ങനെ എഴുതുന്നു ചോദിക്കുന്നുണ്ട് റയാന്. അപ്പൊ അവിടെ ഇമ്മ പറയുന്നുണ്ട് അതിനൊരു പാട്ടുണ്ട് എന്ന് പറഞ്ഞ് പാടുകയാണ്. 1 എന്ന് ഇങ്ങനെ എഴുതാം, 1 എന്ന് ഇങ്ങനെ എഴുതാം, വളവും വേണ്ട, തിരിവും വേണ്ട, ചരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെ ഒരു വര കുറിയ വര, ഒന്നായി നന്നായി ഒന്നായി നിന്നാൽ നന്നായി. അങ്ങനെ ഒരു പാട്ട്. അപ്പൊ നല്ല രസമുണ്ട്. ഇതേപോലെ 2 എന്ന് എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞ പാട്ട് പാടാൻ കഴിയും? ഇല്ല, കാരണം അതിന് കുത്തനെ ഒരു വരയൊന്നുമല്ല, വ്യത്യാസമുണ്ട്. നമ്മളിവിടെ ചെയ്യാവുന്ന സംഗതി, വീട്ടിലൊക്കെ നമ്മുടെ പുസ്തകത്തിന്റെ ചട്ട പോലെ കുറച്ച് കട്ടിയുള്ള പേപ്പർ ഉണ്ടെങ്കിൽ വളരെ നന്നായി. ഇനി അതില്ലാത്തൊരു സാധാ പേപ്പറിലായാലും മതി. അല്പം കട്ടിയിൽ വലിപ്പത്തിൽ നമ്മളെ കലണ്ടറിലൊക്കെ ഉള്ളത് പോലെ. ഇനി ഒരാൾക്ക് അതൊന്നും കിട്ടിയില്ലെങ്കിൽ കലണ്ടറിന് മുറിച്ചെടുക്കട്ടെ. കലണ്ടറിലൊക്കെ ഉള്ളത് പോലെ ഈ സൈഡിൽ കാണിച്ചു വേണം. നിങ്ങൾ ഇവിടെ എവിടെ ഇവിടെ 1, 2, 3, 4, 5 ഇവിടെ എഴുതിയിട്ടുണ്ട്. കാണുന്നില്ല നിങ്ങൾക്ക്? ഞാൻ വലുതാക്കി തരാം, ഒന്ന് സൂം ചെയ്ത് തരാം. ഇവിടെ ഈ ഇമയുടെ താഴെ ഭാഗത്തായിട്ട് കാണാൻ പറ്റും, കണ്ടല്ലേ? അപ്പോ ഇതേപോലെ 1 എന്ന് എഴുതുക, 2 എന്ന് എഴുതുക, 3 എന്ന് എഴുതുക, 4 എന്ന് എഴുതുക, 5 എന്ന് എഴുതുക. ഇങ്ങനെ 5 കാർഡുകളിലായിട്ടാണ് എഴുതേണ്ടത്. എന്നിട്ട് അതിന്റെ മുകളിലൂടെ പശ തേക്കുക. കുറഞ്ഞ അളവിൽ പശ തേക്കുക. ഒന്നിച്ച് കുറെ തേക്കരുത്, കുറഞ്ഞ അളവിൽ പശ തേക്കുക. ആ അക്കം എഴുതി അവിടെ മാത്രമേ പശ തേക്കാൻ പാടുള്ളൂ. എന്നിട്ട് അതിന്റെ മുകളിൽ മണല് വിതറുക. ചളി ആവരുത് കേട്ടോ, നല്ല മണല് ആ കറക്റ്റായിട്ട് അവിടെ തന്നെ ഇതാവുക. അങ്ങനെ കുറച്ച് ഞാൻ ഒട്ടിക്കഴിഞ്ഞാൽ ആ പുറത്ത് പശ ഇല്ലാത്ത സ്ഥലത്തൊന്നും ഒട്ടൂല. അതൊക്കെ നമ്മൾ തട്ടിക്കളയുക. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ട് ആ എഴുതിയ ഭാഗത്തിലൂടെ പശ തേച്ച് അവിടെ എല്ലാം മണൽ വന്നിട്ടുണ്ടോ എന്നാണ്. പശ കറക്റ്റായിട്ട് ആ എഴുതിയ ഭാഗത്ത് തന്നെ ആവണം, പുറത്തേക്ക് പോകാൻ പാടില്ല. മണൽ ഇനിയിപ്പോ കുറച്ച് പുറത്തേക്ക് പോയാലും അത് പശയിൽ പിടിക്കൂല. അപ്പോ അത് നമുക്ക് എന്ത് ചെയ്യാം, തട്ടിക്കുടയുന്ന സമയത്ത് പോയി കിട്ടും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ, ഉണങ്ങി കഴിഞ്ഞാൽ, അതായത് കുറച്ചു നേരം ഉണങ്ങാൻ വെക്കണം നമ്മൾ ശരിക്ക്. ഇന്ന് ചെയ്തിട്ട് നാളെ ബാക്കി ചെയ്യാൻ നല്ലത്. ഇന്ന് ഇത്രയും ഭാഗം ചെയ്തേക്കുക, പശ തേച്ച് മണലിട്ട് വെക്കുക. എന്നിട്ട് നാളെ ചെയ്താൽ മതി. ബാക്കി ചെയ്യേണ്ട പണി, ഈ കാടിൽ നിന്ന് ബാക്കിയുള്ള മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് പശ തേച്ച ആ ഭാഗത്ത് 1-ന് നേരെ അവിടെ മണൽ കൊണ്ടൊരു 1 ഉണ്ടാവും, 2-ന് നേരെ മണൽ കൊണ്ടൊരു 2 ഉണ്ടാവും, 3 മണൽ കൊണ്ടൊരു 3, അങ്ങനെ അങ്ങനെ 5 വരെ. ഇത് കണ്ണ് ചിമ്മിയിട്ട് തപ്പി നോക്കിയിട്ട് കുട്ടിക്ക് പറയാൻ കഴിയണം 1 എങ്ങനെയാണ് വായിക്കാൻ കഴിയണം. അപ്പൊ നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ ഒരേപോലത്തെ പേപ്പറുകൾ വെട്ടിയെടുക്കണം, എന്നാലേ അത് തപ്പി നോക്കിയിട്ട് പറയൂ. ഇവിടെ ഷേപ്പ് തിരിച്ചറിയുക എന്നാണ് ഉദ്ദേശം. 1-ന്റെ ഷേപ്പ് എങ്ങനെയാണ്, 2-ന്റെ ഷേപ്പ് എങ്ങനെയാ, 3-ന്റെ ഷേപ്പ് എങ്ങനെയാ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലേക്ക് കിടക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഈസി ആയി തോന്നിയാലും കുട്ടികൾക്ക് ഇത് നല്ലൊരു വർക്കാണ്. അതാണ് ഗണിതത്തില് ഒന്നാമതായിട്ട് ചെയ്യാനുള്ളത്.
അപ്പൊ താഴെ ഭാഗത്ത് ഇവര് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? റയാൻ മണൽ കടലാസിലൂടെ വിരൽ ഓടിച്ചു, ഇമേ ഇപ്പോൾ മനസ്സിലായി രണ്ടെന്ന് എഴുതാൻ അല്ലേ? അങ്ങനെ ആ കുട്ടി ചെയ്യുന്നു. റയാൻ എന്ന് പറഞ്ഞ ഒരു കാഴ്ചയില്ലാത്ത കുട്ടിയാണ്. അപ്പൊ അത് സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. ഞാൻ ക്ലാസ്സിൽ അതിൽ നിന്ന് കാത്തു നിൽക്കുന്നില്ല. എന്നിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് താഴത്തെ 24-ാമത്തെ പേജിൽ. അപ്പോഴാണ് പുറത്തു നിന്ന് ഒരു കിളിയുടെ കരച്ചിൽ കേട്ടത്. അവർ മുറ്റത്ത് ചെന്ന് നോക്കി. മോളെ എന്നവിടെ ഒരു മരത്തിലിരിക്കുന്ന കിളി വിളിക്കുന്നു. താഴെ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന കയ്യിലല്ല, സോറി, നിലത്തിരിക്കുന്ന നമ്മുടെ തിത്തിരി കിളി, ചെറിയ കിളിയാണ്, കുഞ്ഞു. അമ്മേ എന്ന് തിരിച്ചു വിളിക്കുന്നു. ഇതാ നിന്റെ അമ്മ. അവർക്ക് സന്തോഷായി. അപ്പൊ നമ്മൾ പാഠത്തിന്റെ അവസാന ഭാഗത്തേക്ക് പോവാണ്. തിത്തിരിക്കിളി മനസ്സില്ലാ മനസ്സോടെ അമ്മയോടൊപ്പം പോയി. ഞാൻ നാളെ വരാം ട്ടോ, ടാറ്റ എന്ന് പറഞ്ഞ് പോവാണ്. ഇനി നമ്മള് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കണക്കിലെ മറ്റൊരു വർക്ക് നോക്കും നിങ്ങൾ. ഇവിടെ കുറെ പുഷ്പങ്ങളുണ്ട്. അതിന്റെ മധ്യഭാഗത്തായിട്ട് നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ 2 എന്ന് എഴുതിയ ഒരു പുഷ്പത്തെ നിങ്ങൾ കണ്ടോ? 2. അതിന് 2 ഇലകൾ ഇവിടെ വരച്ചു വെക്കും പുസ്തകത്തിൽ തന്നപ്പോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 എന്ന് എഴുതിയ ചെടിക്ക് എത്ര ഇലകൾ വേണ്ടി വരും? ആ, അതെ അതെ, 5 വേണം. 3 ആവുമ്പോ 3 ഇലകൾ. 4 ആവുമ്പോ 4 ആവുമ്പോ 4 ഇലകൾ. പിന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ വരക്കും, കുട്ടികളാണ് ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, കുറഞ്ഞ സമയം മതി. ഇപ്പൊ തന്നെ സമർപ്പിക്കാൻ ഹോംവർക്ക് ആക്കി മാറ്റി വെക്കൊന്നും വേണ്ട. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 2 ഇലകൾ വരച്ചത്, ഒന്ന് അതിനോട് ചേർന്ന് ഇവിടെ തന്നെ ഉണ്ടാവുന്നത്, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 5 വരക്കുമ്പോ ഇവിടെ 1 വരക്കുന്നു, ഇവിടെ 2 അതിനോട് ചേർന്ന് ഈ പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വരക്കണം. നോക്കുക, ഇതാ ഇവിടെ. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ വരക്കുമ്പോ ഇവിടെ ഒരു ഇല വരച്ചു. അടുത്തത് ഇവിടെ നിന്ന് തന്നെ അടുത്ത ഇലയും വരച്ചു. ഇനി 3-ാമത്തെ ഇല ആയിരിക്കും. ഇപ്പൊ 2 ഇലയായി. 3-ാമത്തെ ഇല ആയിരിക്കുമ്പോ ഇതായി ഇവിടുന്ന് ഇങ്ങനെ 3 ആയി. ഇനി ഈ പോയിന്റ് തന്നെ കളറ് കൊടുത്ത് ഭംഗിയാക്കാം കേട്ടോ, ഞാൻ കളറൊന്നും കൊടുക്കുന്നില്ല. ഇനി ഇതിൽ 5-ാമത്തെ ഇല വരക്കുമ്പോ ഇതായി ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം. ഇതിന് ഓപ്പോസിറ്റ് ഉണ്ടാവില്ല. അങ്ങനെ ആണ് വരക്കേണ്ടത്. അപ്പൊ അതിൽ നിന്ന് കുട്ടി ചില കാര്യങ്ങളൊക്കെ പിന്നീട് ഒറ്റസംഖ്യയും ഇരട്ടസംഖ്യയും പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ക്രമത്തിൽ തന്നെ വരക്കണം. അതേപോലെ 3 വരക്കുമ്പോൾ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കാണ്ട്, 3-ന്റെ അവിടെ വരക്കുമ്പോൾ ഇനി ഞാൻ പറയേണ്ട കാര്യം ഉണ്ടാവില്ല, കുട്ടികൾക്ക് അറിയുണ്ടാവും. ഇപ്പോൾ 5 കാണിച്ചപ്പോൾ ഞാൻ എല്ലാം കാണിച്ചാൽ പിന്നെ അവരത് നോക്കി കോപ്പി അടിക്കുള്ളൂ, അത് വേണ്ട. ഇനി മക്കളെ 4 എന്ന് വരക്കുമ്പോ എങ്ങനെയാ? ആ ആ ഇവിടെ ഒരു ഇല വരക്കുന്നു, ഇവിടെ അതേപോലെ ഒരു ഇല വരക്കുന്നു, ഇപ്പുറത്ത് ഒരു ഇല വരക്കുന്നു, ഇവിടെ മറ്റൊരു ഇല വരക്കുന്നു. അങ്ങനെ ആണ് അത് വരിക. അങ്ങനെ ചെയ്ത് കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയതിനു ശേഷം അതിന്റെ ഫോട്ടോ ഇപ്പോൾ തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ആവും. അത് നാളേക്ക് വെക്കേണ്ട കാര്യമില്ല. ആഹ് എല്ലാവരും ഇപ്പോൾ തന്നെ അത് ചെയ്തു. പിന്നെ മറ്റൊന്ന്, ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ ഏതെല്ലാം? ചേർത്ത് വരയ്ക്കൂ എന്ന് പറയുന്നത്. നമ്മളത് എണ്ണി നോക്കിയാൽ മതി, എളുപ്പമാണത്. 1 2 3 4. 1. അപ്പൊ നമ്മളോട് 4 എഴുതി കൊടുത്താൽ മതി, നമുക്ക് മാറൂല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കണ്ടേ. 1 2 3 4 5. ഇവിടെ 5 എന്ന് ചെറുതായിട്ട് എഴുതി കൊടുക്കുക. 1 2, ഇത് പിന്നെ നിങ്ങൾ എണ്ണി നോക്കിയാൽ മതി. എന്നിട്ട് അതിലേതാണോ ഒരേ എണ്ണം ഉള്ളത് അതിലേക്ക് വരയ്ക്കുക. എങ്ങനെ വരക്കും? സ്കെയില് വെച്ച്, പെൻസിൽ ഉപയോഗിച്ച് അങ്ങനെ വരക്കണം. ഏതാണോ ഒരേ എണ്ണം ഉള്ളത് അതിലേക്കാണ് വരക്കേണ്ടത്. സമാനമായ കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മൾ സ്കൂളിലാണെങ്കിൽ ചെയ്യും. ഇവിടെ ഓൺലൈനിലാകുമ്പോൾ എനിക്ക് അധികം പറയാൻ വയ്യ.
പിന്നെ ഇത് നാളത്തേന് ചെയ്താൽ മതി. ഇത് വളരെ ഈസി ആയതും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, 1, 2, 3, 4, 5. അടുത്ത പേജിലാട്ടോ, 26-ാമത്തെ പേജാവും. 1, 2, 3, 4, 5. ഇങ്ങനെ 5 കാർഡുകളുണ്ട്. അതിനൊക്കെ വേറെ വേറെ നിറാണ്. ഒന്നിന് വയലറ്റ്, രണ്ടിന് ഗ്രീൻ കളറ്, റെഡ്, ബ്ലൂ, അങ്ങനെ. ഇത് ഒരു കടുത്ത നീലയാണ്, മറ്റത് ഇളം നീല കളറാണ്. അപ്പൊ ഈ പക്ഷികളുടെ എണ്ണം നോക്കുക. ഇവിടെ കൂട്ടങ്ങളായിട്ട് പക്ഷികളുണ്ട്. അതിൽ എണ്ണം നോക്കിയിട്ട് ഏത് കൂട്ടത്തിന് ഏത് കളർ കൊടുക്കണം നമ്മൾ തീരുമാനിക്കും. ദാ ഇവിടെ. ഇപ്പൊ 1 മാത്രമുള്ള പക്ഷിക്കാണെങ്കിൽ ഈ വയലറ്റ് കളർ കൊണ്ടുപോയിട്ട് കൊടുക്കണം. 2 കൂട്ടത്തിന് പച്ച കൊടുക്കണം. ആ പക്ഷികൾക്കെല്ലാം പച്ച കൊടുക്കുക കേട്ടോ. അങ്ങനെ കൊടുക്കുക. പിന്നെ ചുണ്ടിനൊക്കെ വേണമെങ്കിൽ വേറെ കളറൊക്കെ കൊടുക്കുക, അതും കുഴപ്പമില്ല. പ്രധാന ഭാഗം പച്ചയാകുക എന്നുള്ളതാണ്. ഈ ചിറകിന്റെ അറ്റത്തൊക്കെ നിങ്ങൾക്ക് ഡിസൈനിന് വേണമെങ്കിൽ ചെറിയ തോതിലൊക്കെ മാറ്റം വരുത്താം. പ്രധാന ഭാഗം, ഭൂരിഭാഗം പച്ചയാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ റെഡ്, ബ്ലൂ, ഇതൊക്കെ എണ്ണത്തിനനുസരിച്ച് കൊടുക്കുക. അത് നമുക്ക് ഇന്ന് തന്നെ ചെയ്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ആവുന്നേ ഉള്ളൂ. നാളത്തേക്ക് വെക്കേണ്ട കാര്യമില്ല. അതൊക്കെ വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്ന പ്രവർത്തനങ്ങളാണ്.